ഇപ്പൊ നമ്മള് സിമ്പിൾ സെന്റൻസ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. അതിനെ പറ്റി കൂടുതൽ ഞാൻ ഇനിയിപ്പോ പറയുന്നില്ല, നിങ്ങൾ റീപ്ലൈ ചെയ്ത് കാണുക. രണ്ടാമത്തെ ടൈപ്പാണ് കോമ്പൗണ്ട് സെന്റൻസ്. സെന്റൻസുകളെ രണ്ട് തരത്തിലാണ് ഇംഗ്ലീഷിൽ തിരിക്കുന്നത്. ഒന്ന് മീനിങ്ങിന്റെ അല്ലെങ്കിൽ ഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ. ഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ 4 ടൈപ്പ് ഉണ്ട് സെന്റൻസ്. സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്ന ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ് ഒരു തരം, ഇന്ററോഗേറ്റീവ് എന്ന് വിളിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇമ്പറേറ്റീവ് എന്ന് വിളിക്കുന്നത് എക്സ്ക്ലമേഷൻ. അത് 4. അതെങ്ങനെ, എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഭാവത്തിന്റെ അല്ലെങ്കിൽ മീനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ, അക്കോർഡിംഗ് ടു ദ ടോൺ ഓഫ് ദ സെന്റൻസ്. അതിനെ എന്താ വിളിക്കുക? സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ്, എന്താ പറയാ, സ്റ്റേറ്റ്മെന്റ്, ഇന്ററോഗേറ്റീവ്, ഇമ്പറേറ്റീവ്, എക്സ്ക്ലമേറ്റീവ്. എന്നാൽ സെന്റൻസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോമിന്റെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതാണ് സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ്. സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ്, മീനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ, ഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ 4 ആയിട്ട് സ്റ്റേറ്റ്മെന്റ്, ഡിക്ലറേറ്റീവ് എന്ന് അസർട്ടീവ് എന്ന പേരുണ്ട്, പിന്നെ അതിന് ഇന്ററോഗേറ്റീവ് ഉണ്ട്, ഇമ്പറേറ്റീവ് ഉണ്ട്, എക്സ്ക്ലമേറ്റീവ്. അത് നമുക്ക് ഇത് കഴിഞ്ഞ് പറയാം. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞേക്കാം. ഇപ്പം നമ്മൾ ഫോമിന്റെ അടിസ്ഥാനത്തിൽ സിമ്പിൾ ആകുന്ന എങ്ങനെയെന്ന് വിളിച്ചു. ഇനി കോമ്പൗണ്ട് സെന്റൻസ്. ഞാൻ ഈ എൻബോക്സ് ചെയ്തിരിക്കുന്ന വാക്കുകളെ ഇതിനെ ശ്രദ്ധിച്ചണം. ആൻഡ്, ബട്ട്, യെറ്റ്, സ്റ്റിൽ, സോ, ആൻഡ് സോ. കണ്ടോ? 1, 2, 3, 4, 5, 6 കണ്ടില്ലേ? ഈ വാക്കുകൾ കാണാതെ പഠിച്ച്, ഇനി മറക്കാത്ത വിധം പഠിച്ച്. എന്താണെന്നറിയാവാ? കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. എന്താണ് കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് അല്ലെങ്കിൽ കോഓർഡിനേറ്റേഴ്സ്? ചുരുക്കി പറഞ്ഞു, എന്താണ് കോഓർഡിനേറ്റേഴ്സ്? കൺജങ്ഷൻ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കോമ ഇട്ടില്ലായിരുന്നോ? വാക്കിംഗ് അലോങ് ദ റോഡ് കോമ. ചിലപ്പോ ക്ലോസുകളെയും ഫ്രേസുകളെയും ഒക്കെ യോജിപ്പിക്കാൻ കോമയോ കൺജങ്ഷനോ ഒക്കെ ഓരോന്ന് ഞാൻ പറയില്ലേ. നമ്മൾ കൺജങ്ഷനിലോട്ട് വരും. ഈ തരം കൺജങ്ഷനുകളുടെ അപ്പുറം ഇപ്പുറം ക്ലോസുകൾ കാണും. ഈ തരം കൺജങ്ഷന്റെ ഇടതുവശയും വലതുവശയും ക്ലോസുകൾ കാണും എങ്കിൽ അത് കോമ്പൗണ്ട് സംശയമുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞത്. കോഓർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാലേ, നമ്മുടെ ഈ വെയിങ് മെഷീനിലെ ത്രാസിന്റെ 2 തട്ടിൽ ഒരേപോലെ ഭാരം വരുമ്പോൾ ആ സ്കെയിൽ നേരെ വന്ന് നിൽക്കുമല്ലോ. കോഓർഡിനേറ്റഡ് ആണ് ആ സ്കെയിൽ എന്ന് പറയാം, നേരെയാണെങ്കിൽ. അതായത് ഇപ്പുറമുള്ളവരും തുല്യ സ്ഥാനം നൽകും. എല്ലാത്തിനും ഒരുപോലെ കൊണ്ടുപോകുന്നു. ഒന്നിന് വലിയ സ്ഥാനം, ഒന്നിന് താഴെ സ്ഥാനമൊന്നുമല്ല, ഒന്ന് മാസ്റ്റർ, ഒന്ന് സ്ലേവ് ഒന്നുമല്ല, രണ്ടും ഒരേപോലെ. അതായത് ആൻഡ് ആണെന്ന് വിചാരിക്കുക. ആൻഡിന് അപ്പുറമുള്ളത് ക്ലോസ് വന്നു. ആൻഡ് നമ്മൾ വാക്കുകളെ യോജിപ്പിക്കാൻ ഉപയോഗിക്കാം, ബുക്ക് ആൻഡ് പെൻ. അപ്പൊ അത് കണ്ടിട്ട് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയരുത് കേട്ടോ, അത് വാക്കുകളെ യോജിപ്പിക്കും. ഇടതുവശം വലതുവശം എന്ത് വേണം? ക്ലോസുകൾ വേണം. അപ്പം നോക്കണേ, എ കംപ്ലീറ്റ് ക്ലോസ്, അത് മറക്കരുത് കേട്ടോ. എ കംപ്ലീറ്റ് ക്ലോസ് പ്ലസ് അല്ലെങ്കിൽ 1 കംപ്ലീറ്റ് ക്ലോസ് പ്ലസ് അനദർ കംപ്ലീറ്റ് ക്ലോസ്. ഇതാണ് കോമ്പൗണ്ടിന്റെ രീതി. ഏറ്റവും കൂടുതൽ 2 ക്ലോസുകൾ. ഏറ്റവും കൂടുതൽ ആ ഒറ്റ ക്ലോസ് കൊണ്ടുണ്ടാകുന്ന സിമ്പിളാണ്, അത് നമ്മൾ കഴിഞ്ഞു. ഇനി ഒറ്റ ക്ലോസ് അല്ല നമ്മൾ പറയാം, ഒന്നിലധികം ക്ലോസ്. ഏറ്റവും കൂടുതൽ 2 ക്ലോസ്. എങ്ങനെയുള്ള? 2ഉം കംപ്ലീറ്റ് ആയിരിക്കണം. അതായത് സെപ്പറേറ്റ് ആയിട്ട് നോക്കുമ്പോൾ 2ഉം കംപ്ലീറ്റ് മീനിങ് ഉള്ള ക്ലോസ്. ഇത് 2ഉം കൂടെ എങ്ങനെ ചേരണം? ഈ പ്ലസിന് പകരം നമ്മൾ ഇതിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കും. പ്ലസ് ആൻഡ് ഇങ്ങനെയാ വരുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. 1 കംപ്ലീറ്റ് ക്ലോസ് പ്ലസ് ആൻഡ് അനദർ കംപ്ലീറ്റ് ക്ലോസ്. അതായത് ആൻഡിന് മുൻപേ ഒരു കംപ്ലീറ്റ് ക്ലോസ്, ശേഷം ഒരു കംപ്ലീറ്റ് ക്ലോസ്. കണ്ടോ? ആൻഡിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ അനലൈസ് ചെയ്യാൻ. കോമ്പൗണ്ട് സെന്റൻസുകളെ അനലൈസ് ചെയ്യുമ്പോൾ ഇതായിരിക്കുമല്ലോ കണക്ടേഴ്സ് ആയിട്ട് വരിക. ഇവ ഇല്ലെന്ന് അങ്ങ് വിചാരിച്ചേക്കാം. ഇവ ഇല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ക്ലോസുകൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കും ക്ലോസ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞേ, 1 കംപ്ലീറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? സെപ്പറേറ്റ്ലി ടേക്കൺ. ഇതിനെ നമുക്കൊരു സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം, അല്ലേ? ശരിയല്ലേ? പ്ലസ് അനദർ സിമ്പിൾ സെന്റൻസ്. അതായത് പൂർണ്ണാർത്ഥമുള്ള ഒരു ക്ലോസ് ആണെങ്കിൽ അതൊരു സിമ്പിൾ സെന്റൻസ് ആയല്ലോ. ഒറ്റ ക്ലോസ് ഉള്ളെങ്കിൽ ഇവിടെ പൂർണ്ണാർത്ഥമുള്ള ഒരു ക്ലോസ്, അതായത് ഒരു സിമ്പിൾ സെന്റൻസ് പ്ലസ് ഒരു കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഒരു സിമ്പിൾ സെന്റൻസിന്റെ എൻഡിൽ ഒരു കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻ, അതിനുശേഷം മറ്റൊരു സിമ്പിൾ സെന്റൻസ്. ഇങ്ങനെ ഉണ്ടാകുന്നതിന് എന്ത് വിളിക്കുന്നറിയോ? കോമ്പൗണ്ട് സെന്റൻസ്. അപ്പൊ കോമ്പൗണ്ട് സെന്റൻസിന് എങ്ങനെയാ തിരിച്ചറിയാം? ഇടയ്ക്ക് കൺജങ്ഷൻ ആയിട്ട് ക്ലോസുകൾ ഇടയ്ക്ക് ഇവയുണ്ടോ എന്ന് നോക്കണം. അതിനെ ഞാൻ പറഞ്ഞ കാണാതെ പഠിക്കും. ആൻഡ്, ബട്ട്, യെറ്റ്, സ്റ്റിൽ, സോ, ആൻഡ് സോ.
കാണാൻ പഠിച്ചു വെച്ച്, ഇത്രേ ഉള്ളൂ. ഇത്ര കാണാൻ പഠിച്ചു വെച്ച്. ഇത് ക്ലോസുകളെ യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന റിസൾട്ടന്റ് സെന്റൻസ് എന്താ? കോംബോ. ഇത് മറക്കരുത്. ഇത് നിങ്ങൾ റീപ്ലേ ചെയ്ത് ഇതെല്ലാം നോട്ടായിട്ട്. ഇനി ഇതിനെ നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള സെന്റൻസ് ഉദാഹരണത്തിലേക്ക് കൊണ്ടുവരികയാണ്. നോക്കണേ, മറക്കരുത്. ഇംഗ്ലീഷ് വെരി വെൽ ഉണ്ടോ? ഇതെന്ത് സെന്റൻസാ? എത്ര ക്ലോസ് ഉണ്ടെന്ന് നോക്കി. ക്ലോസിനെ എണ്ണാൻ എളുപ്പ വഴി എന്താ? വെർബിനെ എണ്ണിക്ക്. എത്ര വെർബ്? ഒരു വെർബ്. എന്ത് തരം വെർബാണ്? ഫിനിറ്റ് അല്ലേ? എസിലും എസിലും അവസാനിക്കുന്ന, അതായത് ഈസും വോസും ഒഴിച്ച്. ഏതൊക്കെ? ഈസ് വോസ് ഒഴിച്ച് എസിലോ ഇ എസിലോ, അതായത് ഡബ്ല്യൂന് ശേഷം ഒരു എസ് കണ്ടില്ലേ? എസിലോ ഇ എസിലോ, ഈസും വോസും ഒഴിച്ച് എസിലോ ഇ എസിലോ അവസാനിക്കുന്നതിൽ എല്ലാം ഉള്ളടങ്ങിയിരിക്കുന്ന ഓക്സിലറിയാണ് ഡസ്. എന്ത് സാധനം? ഡസ്. കണ്ടോ? അപ്പൊ ഡസിന്റെ സാന്നിധ്യം ഉണ്ടല്ലോ. അങ്ങനെ ഇതെന്തായി? ഫിനിറ്റ്. ഫിനിറ്റ്, FINITE, ഫിനിറ്റ് വെർബായി. മനസ്സിലായോ നിങ്ങൾക്ക്? എന്തിനാ വീണ്ടും പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? ഈ ഫ്രേസിൽ കൃത്യസ്ഥാനത്ത് വെർബുണ്ടോ എന്ന് കണ്ടു. കൃത്യസ്ഥാനത്ത് വെർബുണ്ട്. ഇത് സബ്ജക്ട്, സബ്ജക്ട് തൊട്ട് വലതുവശം വെർബുണ്ട്. ഈ സബ്ജക്ട് അതിനെ തൊട്ട് വലതുവശം. ഇൻ ദ ആക്ച്വൽ പൊസിഷൻ ദർ ഇസ് എ വെർബ്. ഏതാണ്? നോസ്. ഇനി നമ്മുടെ പണി ഇത് ഫിനിറ്റ് ആണോ നോക്കിയാൽ ആണല്ലോ. ഡസ് എന്ന ഓക്സിലറി ഉണ്ടല്ലോ. അപ്പൊ ഇത് ഫിനിറ്റ് ആയി. അപ്പൊ കൃത്യസ്ഥാനത്ത് ഫിനിറ്റ് വെർബും അതിന് സബ്ജക്ട് മാത്രം മതി. പിന്നെ മീനിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് പാർട്ടിൽ വേറെ കോംപ്ലിമെന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് പറയാം. ഇത് ഓബ്ജക്റ്റ്, ഇത് കോംപ്ലിമെന്റ് ഒക്കെ ആഡ് വെർബ് ചെയ്യാം. പറയാം, അത് പിന്നെ പറയാം. ഓക്കെ. അപ്പൊ ഇതെന്ത് ടൈപ്പ് സെന്റൻസ്? ഒറ്റ ക്ലോസ്. എങ്ങനെയുണ്ട് ഒറ്റ ക്ലോസ്? ഒറ്റ വെർബല്ലേ ഉള്ളൂ. ഒരു വെർബ്, ഒരു സബ്ജക്ട് അല്ലേ? നമ്മുടെ ഗ്രാമർ പുസ്തകങ്ങളിൽ പറയുന്നത് എന്താ അറിയാം? ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റ്. ഇതിനകത്ത് പ്രെഡിക്കേറ്റ് നോസ് ഇംഗ്ലീഷ് വെരി വെൽ എന്ന്. സബ്ജക്ട് ഏതാ? ഹീൽ. അങ്ങനെ നോക്കട്ടെ നിങ്ങൾ. ഫിനിറ്റ് വെർബ് എത്രയുണ്ട്? 1. അപ്പൊ ഒരു ക്ലോസ് അല്ലേ ഉള്ളൂ. ഒറ്റ ക്ലോസിന് എന്താ പറയുക? സിമ്പിൾ ക്ലോസ്. സിമ്പിൾ ക്ലോസ് കൊണ്ടുണ്ടാകുന്ന സെന്റൻസ് എന്താ? സിമ്പിൾ സെന്റൻസ്. അപ്പൊ ഇതൊരു സിമ്പിൾ സെന്റൻസ്. ഓക്കെ, ഞാൻ ഇനി സിമ്പിൾ എന്ന് മാത്രമേ എഴുതുന്നുള്ളേ. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. ോ ഞാൻ ഇത് തന്നെ എഴുതിയത് എന്താണെന്നറിയാം? വീണ്ടും ഫിനിറ്റ് ആണോ അല്ലയോ എന്നുള്ള സംശയത്തിൽ നിൽക്കരുത്. സാവധാനം നമുക്ക് പയ്യെ പഠിക്കാം. എന്തായാലും ഇത് ഫിനിറ്റ് ആണല്ലോ. ഇത് വെർബല്ലേ? അല്ലേ? യെസ്. അപ്പൊ ഇത് ഫിനിറ്റ് ആണോ? അത് ഇതിനകത്ത് എന്തുണ്ട്? ഫിനിറ്റ് വെർബുണ്ട്, അതിന് സബ്ജക്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ക്ലോസ് ആയല്ലോ. ആയില്ലേ? നീ മീനിങ് എടുത്തു നോക്കി. അവന് ഫ്രഞ്ചും അറിയാം. എന്തായാലും ഫ്രഞ്ചും അറിയാം. ഹി നോസ് ഫ്രഞ്ച് ഓൾസോ. ദ ഫ്രഞ്ച് ഒന്നുമില്ല കേട്ടോ. ദാഹൊന്നും ചേർക്കരുതേ. ഭാഷകളുടെ പേരിന് മുമ്പ് ആർട്ടിക്കിളൊന്നും ചേർത്തില്ല. ദ മലയാളം എന്ന് പറയുമോ? ഇല്ല. ദ മലയാളം എന്ന് പറഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാം? കേരളത്തിലെ ആൾക്കാരെ കേരള നാടെന്നൊക്കെ വരും. മനസ്സിലായി? അത് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ ഭാഷയെ പറ്റി പറയാം. അതിന് ദാഹങ്ങൾ. ശരി, ഹി നോസ് ഫ്രഞ്ച് ഓൾസോ. അപ്പൊ ഇതിലും ഒരു ക്ലോസേ ഉള്ളായിരുന്നു, സിമ്പിൾ ആണ്. ഇതിലും ഒരു ക്ലോസേ ഉള്ളൂ, ഇതും സിമ്പിൾ ആണ്. അപ്പോ നമ്മളിപ്പോ ഒന്നാമത്തെ എക്സാമ്പിൾ, രണ്ടാമത്തെ എക്സാമ്പിൾ ഞാനൊന്ന് കമ്പൈൻ ചെയ്യും. നിങ്ങള് ചാടിക്കേറി ഹി നോസ് ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറയണ്ട കേട്ടോ. വേണ്ട. ഹി നോസ് ഇംഗ്ലീഷ്. ഇതൊന്നും വ്യത്യാസമുണ്ട് കേട്ടോ. ഹി നോസ് ഇംഗ്ലീഷ് വെരി വെൽ എന്നാ പറഞ്ഞു. അത്രക്കില്ല ഫ്രഞ്ച്. അപ്പൊ പിന്നെ ഹി നോസ് ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് എന്ന് കമ്പൈൻ ചെയ്യണ്ട കേട്ടോ. നമുക്ക് കമ്പൈൻ ചെയ്യുന്ന കറക്റ്റ് വഴി പറയാം. ഈ സിമ്പിൾ സെന്റൻസിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? കോമയോ കൺജങ്ഷൻ ഒക്കെ. കൺജങ്ഷനാ വേണ്ടുന്നത് പലപ്പോഴും. കോമ ഇംപ്ലൈഡ് മീനിങ് വരത്തും. അല്ലെങ്കിൽ മുൻപേ ഒരു കൺജങ്ഷൻ പ്രയോഗിച്ചാൽ പിന്നീട് കോമ മതി. അല്ലെങ്കിൽ ഫ്രേസിനും ക്ലോസിനും കൂടെ യോജിപ്പിക്കാൻ കോമ ഇടാം. കേട്ടല്ലോ? ഇവിടെ നമുക്ക് വി നീഡ് എ കൺജങ്ഷൻ. ഞാൻ ഇവിടെ എഴുതുകയാണ്. ആൻഡ് വീണ്ടും ഞാൻ ഓൾസോ അങ്ങ് വിട്ടു. ആ കോമ്പിനേഷനിൽ ആ ഓൾസോ വേണ്ട, അതിന്റെ മീനിങ് വന്നോളൂ. നിങ്ങളൊന്ന് വായിച്ചു നോക്കി.
He knows English very well and he knows French. രണ്ട് സെന്റൻസുകളെ കണക്ട് ചെയ്താണ് ആൻഡ്. PSC പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നു. സപ്പോസ് എന്ത് വരുന്നു? He knows English very well and he knows French എന്നിട്ട് ചോദിക്കാണ് ഇത് ഈസ് എ ഡാഷ് സെന്റൻസ്. താഴെ വിത്ത് ദ ചോയ്സസ് സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്, സിമ്പിൾ കോമ്പൗണ്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് കോമ്പൗണ്ട് അല്ലെങ്കിൽ കോമ്പൗണ്ട് കോംപ്ലക്സ് എന്നൊക്കെ ഇല്ലാത്ത ഓർമ്മ കൂടെ തരും. 3 ഉള്ളൂ കേട്ടോ. സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് ഉള്ളൂ. എല്ലാം കൂടെ ഉള്ള യോജിപ്പൊന്നും. ഓക്കെ, ഇതെന്ത് ടൈപ്പ് സെന്റൻസാ? അതറിയണമെങ്കിൽ അപ്പുറം ഇപ്പുറമുള്ള ക്ലോസിനെ കണക്ട് ചെയ്താൽ ഒറ്റ ക്ലോസ് ഉള്ള സിമ്പിൾ. നമുക്കറിയാം ഇത് ഒറ്റ ക്ലോസ് അല്ല. ഇതൊരു ക്ലോസ്, ഇത് മറ്റൊരു ക്ലോസ്. ശരിയല്ലേ? നോക്കി, ഈ ഒറ്റ സെന്റൻസിൽ ഇതൊരു സെന്റൻസാ. ഹി തുടങ്ങി ഫ്രഞ്ച് വരെ ഒരു സെന്റൻസ് അല്ലേ? പക്ഷെ വെർബിന് 2 സ്ഥാനമുണ്ട്. വെർബ് 2 സ്ഥാനം പറഞ്ഞെങ്കിൽ 2 സബ്ജക്ട് സ്ഥാനം പറഞ്ഞു. കാരണം സബ്ജക്ട് ഉണ്ടെങ്കിലേ വലതുവശം വെർബ് വരും. അപ്പൊ നിങ്ങൾക്ക് ഫിനിറ്റ് വെർബ് ഒരു സെന്റൻസ് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ഇടതുവശം ഒരു സബ്ജക്റ്റിനെ കൊണ്ട് നിർത്തണം. മനസ്സിലായി? ഇവിടെ ഹി ഉള്ളതുകൊണ്ടാ ഇതിന് സ്ഥാനം കിട്ടി. കണ്ടോ? ക്ലോസ് ആക്കുന്നത് ഈ നോസ് ആണ്. പക്ഷെ ഹി വന്നാലേ നോസിന് വരാൻ പറ്റും. ഇവിടെ നോസ് വന്നത് ഹി എന്ന് വന്നു. കണ്ടോ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇതൊന്നും വേണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ മുഴുവൻ എഴുതും. സബ്ജക്ട് ഉണ്ടെങ്കിൽ തൊട്ട് വലതുവശം വെർബിനൊരു പൊസിഷൻ കിട്ടും. ആ പൊസിഷൻ എണ്ണിയിട്ടാണ് നമ്മൾ എത്ര ക്ലോസ് ഉണ്ടെന്നത്. ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫിനിറ്റ് വെർബ് വരുമല്ലോ. അപ്പൊ ഒരു ക്ലോസ്. ഒന്നിലധികം വെർബ് പൊസിഷൻ. ഇവിടെ ഒരു വെർബിന് പൊസിഷൻ, ഈ സബ്ജക്ട് വലതുവശം മറ്റൊരു സബ്ജക്ട്, അതേ സബ്ജക്ട് തന്നെ, പക്ഷെ രണ്ടാമത് വേറെ സബ്ജക്ട് സ്ഥാനം വന്നല്ലോ. അപ്പൊ വെർബിന് 2 സ്ഥാനം. അപ്പൊ 2 വെർബ് പൊസിഷനുകളുണ്ട്. 2 ഫിനിറ്റ് വെർബല്ലേ വന്നേ അല്ലേ? അപ്പൊ അതിനെ ഒരു പൊസിഷൻ ഫിനിറ്റ് വെർബ് വരുന്ന അതിനെ ക്ലോസ് എന്ന് പറയും. മറ്റൊരു പൊസിഷൻ വരുന്നതിന് മറ്റൊരു ക്ലോസ്. കണ്ടില്ലേ? 2 സിമ്പിൾ ക്ലോസുകളായിരുന്നു. കംപ്ലീറ്റ് ആയിരുന്നു 2 സിമ്പിൾ സെന്റൻസുകൾ. അതിനെ നമ്മൾ ആരെ ചേർത്ത് യോജിപ്പിച്ചു? ആൻഡിന്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ബുക്ക് ആൻഡ് പെൻ എന്ന് പറയുമ്പോൾ ചാടിക്കേറി അതെന്ത് സാധനം വയ്ക്കുമ്പോൾ അതൊരു ഫ്രേസ് മാത്രം. ശരിയല്ലേ? ബുക്കിനെയും പെന്നിനെയും 2 വെറും വാക്കുകളെ യോജിപ്പിക്കാനാണ് ആൻഡ് ഉപയോഗിച്ചത്. പക്ഷെ ആൻഡ് ഇവിടെ ഉപയോഗിച്ചിട്ട് 2 വാക്കുകളെ, 2 ഫ്രേസുകളെയും അല്ല, 2 സെന്റൻസിനെ യോജിപ്പിക്കാൻ. 2 സിമ്പിൾ സെന്റൻസിനെ യോജിപ്പിച്ച് വലിയൊരു സെന്റൻസ് ആക്കി. അതിനെന്ത് ചെയ്തു? കണക്ടർ ആൻഡ് വന്നു. അതായത് ആൻഡിന് ഇടതുവശമുള്ളതും പൂർണ്ണ ക്ലോസ്, ആൻഡിന് വലതുവശമുള്ളതും പൂർണ്ണ ക്ലോസ്. കണ്ടോ? ഈ ആൻഡ് ഇതിനെയും തുല്യ പ്രാധാന്യത്തിൽ നിർത്തും. ഇങ്ങനെ 2 അതിലധികമോ ക്ലോസുകൾ. എങ്ങനെയുള്ള ക്ലോസുകൾ? പൂർണ്ണ ക്ലോസുകൾ. അതായത് ഒറ്റയ്ക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തിയാൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റണം. അങ്ങനെയുള്ള 2 അതിലധികമോ പൂർണ്ണ ക്ലോസുകൾ ഒരു കോഓർഡിനേറ്റിംഗ് കൺജങ്ഷന്റെ സഹായത്താൽ കമ്പൈൻ ചെയ്യപ്പെട്ടാൽ ഉണ്ടാകുന്ന റിസൾട്ടാണ് കോമ്പൗണ്ട്. എന്താണ്? ദിസ് ഈസ് എ കോമ്പൗണ്ട് സെന്റൻസ്. അതെങ്ങനെ മനസ്സിലായി? വൺസ് അഗൈൻ, ആൻഡ് ആണ് യോജിപ്പിച്ചത്. ആൻഡ് വെറുതെ യോജിപ്പിക്കല്ലോ. ആൻഡിന് അപ്പുറം ഇപ്പുറം ഉള്ളത് ക്ലോസുകളാണ്. എന്ത് തരം ക്ലോസുകൾ? സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കിയാൽ പൂർണ്ണമായിരിക്കും. ഓക്കെ, ഹി നോസ് ഇംഗ്ലീഷ് വെരി വെൽ, ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പൂർണ്ണമല്ലേ? അതെ. ഹി നോസ് ഫ്രഞ്ച്. ഫ്രഞ്ച് ഓൾസോ എന്നായിരുന്നു. ഓൾസോ നമ്മൾ കോമ്പിനേഷനിൽ കളഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഓൾസോ പിന്നെയും വന്നോളൂ. പൂർണ്ണമല്ലേ? അപ്പൊ 2 പൂർണ്ണ ക്ലോസുകൾ. കണ്ടോ? അപ്പൊ ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ ഇതിനെ മാറ്റണം. ഇത് കൺജങ്ഷൻ ആണ്. ഇതിനെ മാറ്റിയിട്ടേ നമ്മൾ പൂർണ്ണതയോ അപൂർണതയോ നോക്കാം. കോമ്പൗണ്ട് ഉണ്ട്. മറ്റൊരു എക്സാമ്പിൾ നോക്കണം. ഒരു ഫർദർ എക്സാമ്പിൾ. The birds flew high, but the hunter caught them. നമ്മുടെ എൻബോക്സ് ചെയ്ത കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് 6 ഇല്ലേ? അതിനകത്തുള്ളതല്ലേ ഇത്? ആണോ? അതെ, യെസ്. ഇനി നിങ്ങൾ നോക്കി, ബട്ട് അവിടെ ഇല്ല എന്ന് വിചാരിക്കാം. ദ ബേർഡ്സ് ഫ്ലൂ ഹൈ. ഫുൾ സ്റ്റോപ്പ് ഒന്ന് ഇട്ട് മാനസികമായിട്ട് കൊടുത്തു നോക്കി. നിങ്ങൾ ഇത് പിടിച്ച് നോട്ട് എഴുതുമ്പോൾ എന്തെടുക്കണമെന്നറിയാം? ഇങ്ങനെ എഴുതും. എന്നിട്ട് ഇതിനെ നിങ്ങൾ ഇതിന്റെ വഴി എങ്ങനെയാണ്? ദ ബേർഡ്സ് ഫ്ലൂ ഹൈ ഫുൾ സ്റ്റോപ്പ് പ്ലസ് ദ ഹണ്ടർ കോട്ട് ദം ഫുൾ സ്റ്റോപ്പ്. അപ്പൊ ഇതിനെ രണ്ടിനും കൂടെ ആ പ്ലസിന്റെ സ്ഥാനത്ത് നമുക്കൊരു കൺജങ്ഷൻ ചേർത്ത് യോജിപ്പിക്കണം കേട്ടോ. ഈ ഇതിന്റെ മീനിങ്ങിൽ നിന്ന് വിരുദ്ധമായ ഒരു ആശയം വരുന്ന ക്ലോസ് വരുന്നുണ്ട്. ഇതിനെ നമ്മൾ
വിശദമായി പഠിക്കാം പിന്നീട്. ഇപ്പൊ ഞാൻ അതിലോട്ട് പോകുന്നില്ല. എന്തായാലും ബട്ട് ഈസ് എ കോഓർഡിനേറ്റർ ആണല്ലോ. ബട്ട് എന്തായാലും ഇവിടെ ദ ബേർഡ്സ് ഫ്ലൂ ഹൈ എന്ന പൂർണ്ണ ക്ലോസിനെയും അല്ലെങ്കിൽ സിമ്പിൾ സെന്റൻസ്, ഒരു പൂർണ്ണ ക്ലോസ് സിമ്പിൾ സെന്റൻസ് അല്ലേ, ആ ഒരു പൂർണ്ണ ക്ലോസ് അല്ലെങ്കിൽ സിമ്പിൾ സെന്റൻസിനെയും ദ ഹണ്ടർ കോട്ട് ദം എന്ന മറ്റൊരു സിമ്പിൾ സെന്റൻസിനെയും കൃത്യമായി കണക്ട് ചെയ്തു, കമ്പൈൻ ചെയ്തു ഒറ്റ സെന്റൻസിലോട്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ഇത് എന്ത് ടൈപ്പ് സെന്റൻസ്, എന്ത് ടൈപ്പ്? ആദ്യം കൺജങ്ഷൻ നോക്കി. നമ്മൾ കോമ്പൗണ്ടിലും കോംപ്ലക്സിലും നമ്മൾ കൺജങ്ഷനിലൂടെ ആദ്യം പോകും. കൺജങ്ഷൻ ആണ് അതിന്റെ അപ്പുറം ഇപ്പുറം ഉള്ളത് ക്ലോസുകളാണോ എന്ന് നോക്കിയേ. ആണല്ലോ. എങ്ങനെയുള്ള ക്ലോസുകൾ? ഇനി എന്തൊക്കെ ചെയ്യണം? ഇത് എന്ത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് അറിയുന്നത് എങ്ങനെയാ? കൺജങ്ഷൻ നോക്കിയേ. ഏതാ? ബട്ട്. നമ്മുടെ ആറെണ്ണത്തിൽ ഒന്നല്ലേ അത്? കോർഡിനേറ്റർ അല്ലേ? കോർഡിനേറ്റർ യോജിപ്പിക്കുക, ക്ലോസുകളെ യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താ? കോമ്പൗണ്ട് ആണോന്ന് ഉറപ്പിക്കാൻ നിങ്ങൾ എന്തെടുക്കണം? ആ ക്ലോസ് കൺജങ്ഷൻ ഇടതുവശമുള്ളതും വലതുവശമുള്ളതും സെപ്പറേറ്റ് ആയിട്ട് എടുത്താൽ ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ട് ആരുടെ സഹായമില്ലാതെ തനിയെ നിന്ന് സെന്റൻസ് ആകുന്നു. ശരിയല്ലേ? സ്വയം പൂർണ്ണമാകും. അങ്ങനെയാണെങ്കിൽ രണ്ട് പൂർണ്ണ ക്ലോസുകളല്ലേ കിട്ടുക? അതിനെ കൃത്യമായി ആര് യോജിപ്പിക്കുന്നു? കോർഡിനേറ്റർ യോജിപ്പിക്കുന്നു. കോർഡിനേറ്റർ യോജിപ്പിക്കുക രണ്ട് ക്ലോസുകൾ അല്ലെങ്കിൽ രണ്ടിലധികം ക്ലോസുകൾ. റിസൾട്ടന്റ് ടൈപ്പ് ഓഫ് സെന്റൻസ് ഈസ് കോമ്പൗണ്ട്. ഇനി ഞാൻ പറയണോ? ഫ്ലൂ ഫിനിറ്റ് വെർബ് ആയിരുന്നു, ബേർഡ്സ് അതിന്റെ സബ്ജക്റ്റ് ആയിരുന്നു, ഒരു ക്ലോസ് ആയിരുന്നു. ഇത് ഹണ്ടർ സബ്ജക്റ്റ് ആണ്, കോട്ട് മറ്റൊരു ഫിനിറ്റ് വെർബ് ആണ്. കണ്ടല്ലോ എന്ത് ടൈപ്പ് സെന്റൻസ് ആയത്? ഓക്കെ. ഇപ്പൊ നമ്മൾ കോമ്പൗണ്ട് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാം ടൈപ്പ് സ്ട്രക്ചർ അനുസരിച്ച് മൂന്നായിട്ട് തിരിച്ചെങ്കിൽ സിമ്പിൾ കണ്ടു, കോമ്പൗണ്ട് കണ്ടു. ഇനി മൂന്നാം ടൈപ്പ് എന്താ? കോംപ്ലക്സ്. സ്ട്രക്ചർ മാത്രം നോക്കിയാൽ കോമ്പൗണ്ട് സെന്റൻസ് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കോംപ്ലക്സ് സെന്റൻസ് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു കോമ്പൗണ്ടിലും കോംപ്ലക്സിലും കൺജങ്ഷനുകളും ഉണ്ടാകും. അപ്പൊ കണ്ടുപിടിക്കാൻ എളുപ്പമായിട്ട് തന്നെ അറിയാം. കൺജങ്ഷനുകളെ കാണാൻ പിടിച്ചു വെച്ചാൽ ഇപ്പൊ കൺജങ്ഷൻ ക്ലോസുകളെ യോജിപ്പിക്കുന്നുണ്ട് ഉറപ്പാണ് കോമ്പൗണ്ട് അല്ലെങ്കിൽ കോംപ്ലക്സ്. കോമ്പൗണ്ടിനുള്ള കോർഡിനേറ്റേഴ്സിനെ കണ്ടില്ലേ? കോർഡിനേറ്റേഴ്സ് തുല്യമായി നിർത്തുന്നുണ്ട്. പക്ഷെ ഇത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, അതായത് ഈ കൺജങ്ഷനെ തുടർന്ന് വരുന്ന ക്ലോസ്. ഇതിൽ ഏത് കൺജങ്ഷനും ആകാം കേട്ടോ. ഇതിനെ തുടർന്ന് വരുന്ന ക്ലോസ് നമ്മൾ ഇതിന്റെ അനാലിസിസ്, കോംപ്ലക്സ് സെന്റൻസിന്റെ അനാലിസിസിൽ കൺജങ്ഷനെ കളയുകയാണ്. നേരത്തെ നമ്മൾ കേട്ടില്ലേ, ആൻഡിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അപ്പുറം ഇപ്പുറമുള്ള ക്ലോസിന് മാത്രം ആൻഡ് അവിടെ എങ്ങും വന്നില്ല, കണക്ട് ചെയ്യാൻ മാത്രമേ വന്നുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ അനാലിസിസിൽ എന്തെടുക്കും അറിയോ? ഇതിൽ ഏതാണോ ഇത്ര അല്ല കേട്ടോ. ഇംഗ്ലീഷിൽ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഒരുപാടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 10ാം ക്ലാസ് ലെവലുള്ള ഒരു ഗ്രാമർ പുസ്തകം എവിടുന്നെങ്കിലും നോക്കുക. അതിനകത്ത് കൺജങ്ഷനുകളെ പറ്റി പറയുന്ന പാർട്ട് വേണം. പാർട്സ് ഓഫ് സ്പീച്ചിൽ കൺജങ്ഷൻ എന്ന് പറയുന്ന പാർട്ട് വേണം. ആ പാർട്ടിൽ സബോർഡിനേറ്റിംഗ് കൺജങ്ഷനുകൾ നോക്കുക. അതിൽ കാണുന്നില്ലെങ്കിൽ ക്ലോസ് അനാലിസിസ് എന്ന് പറയുന്ന വലിയ ഭാഗം കാണും. അതിനകത്ത് നമുക്ക് കാണാം കോംപ്ലക്സ് സെന്റൻസുകളിൽ എന്ത് ഉപയോഗിക്കുന്നു? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഇത്ര അല്ല കേട്ടോ, കുറച്ചുകൂടി ഉണ്ട്, കുറെ കൂടി. നിങ്ങളത് സ്വയം പഠിച്ചു. ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ മതി, ആൻഡ് ബട്ട് എറ്റ് സ്റ്റിൽ സോ ആൻഡ് സോ കണ്ടില്ലേ? അതല്ലാതെ വരുന്നതെല്ലാം എന്താ? ഓൾമോസ്റ്റ് എവറിത്തിങ് എൽസ് ദാൻ ദ കോഓർഡിനേറ്റർ എന്താവും? സബോർഡിനേറ്റർ. മനസ്സിലായി? സബോർഡിനേറ്റർ ആണെങ്കിൽ നമ്മൾ ക്ലോസ് അനാലിസിസിൽ അതിനെ കളയരുത്. ആ സബോർഡിനേറ്റർ ഉൾപ്പെടെ എടുത്തിട്ട് നമ്മളിപ്പോ കറികൾ കഴിക്കുമ്പോഴത്തേക്ക് കറിവേപ്പില എടുത്ത് കളയുന്ന ശീലമുണ്ട്. പച്ചമുളകാണ് എന്തെടുക്കും കളയാതെ അതിന്റെ കൂടെ കഴിക്കില്ല. അതുപോലെ സബോർഡിനേറ്ററെ കളയരുത്. ഇതിനെ തുടർന്ന് വരുന്ന ക്ലോസിനെ ഇതോടൊപ്പം തന്നെ എടുക്കുക. അങ്ങനെ വേണം. ക്ലോസ് തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? ചിലപ്പോൾ ഇടയ്ക്കായിരിക്കും വരിക, ചിലപ്പോൾ തുടക്കത്തിലായിരിക്കും. ഇത് ഇങ്ങനെ വേണം വരാൻ, അതിനകത്ത് പ്രശ്നം. പക്ഷെ കോഓർഡിനേറ്റേഴ്സ് ആസ് എ റൂൾ ഇടയ്ക്ക് വരത്തും, ക്ലോസുകളുടെ ഇടയ്ക്ക്. ഇത് ചിലപ്പോൾ തുടക്കത്തിൽ വരാം സെന്റൻസ്, പക്ഷെ ഇത് വരത്തില്ല. ഈ ബിക്കോസ് അത് പിന്നീട് പറയും. എന്തായാലും തുടക്കത്തിലോ ഇടയ്ക്കോ ഒക്കെ വരാം. ഇതിനെ തുടർന്ന് വരുന്ന അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്ന് അതിനെ തുടർന്ന് വരുന്ന ഇതിന്റെ വലതുവശമുള്ള ക്ലോസ് ഇതിനെ ചേർത്ത് തന്നെ എടുക്കണം. ഇതിൽ ഏതാണോ വരുന്നത് അതിനെ ചേർത്തെടുക്കും. അങ്ങനെ ചേർത്തെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് നമുക്ക് അറിയാതെ ഇത് എന്തിന്റെ തുടക്കത്തിലാണ് വരുന്നത്, അത് സബോർഡിനേറ്റ് ചെയ്യപ്പെടുകയാണ്, മറ്റേ ക്ലോസിന്റെ ആശ്രിതനായി തീരുക. ഇത് ഉള്ള ക്ലോസിനെ സബോർഡിനേറ്റിംഗ് ക്ലോസ് എന്ന് പറയും. എന്ത് വിളി? അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റിംഗ് വേണ്ട, സബോർഡിനേറ്റ് ക്ലോസ്. ഇതിനെ തുടർന്ന് വരുന്ന ക്ലോസ് എന്ന് വിളിക്കും സബോർഡിനേറ്റ് ക്ലോസ്. ഇതില്ലാത്ത ക്ലോസിനെ നമ്മൾ എന്ത് വിളിക്കുമെന്ന് അറിയാമോ? മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് വിളിക്കും. നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു ക്ലോസ് ഇല്ലേ? ഉണ്ടാവണമല്ലോ, എല്ലാത്തിലും കംപ്ലീറ്റ് മീനിങ് വേണ്ടേ? ഒരു ക്ലോസ് എങ്കിലും ഉണ്ടാവും. അങ്ങനെയുള്ള ക്ലോസ് ആയിരിക്കും അത്. അത് നമുക്ക് പിന്നീട് പറയാം. എന്താ ശരി, ഇതിന് രണ്ട് ക്ലോസ് ഉണ്ട്.
അപ്പൊ മനസ്സിലായ? ഇത് നിങ്ങളൊന്ന് റീപ്ലൈ ചെയ്ത് ഇത് എഴുതിയെടുക്കണം. ഇത് കൂടുതലായിട്ടും ഉള്ളത് എഴുതിയെടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് എങ്ങനെ ഉണ്ടാകുന്നു നോക്കാം. ഈ എക്സാമ്പിൾ ഒന്ന് നോക്കി. I went there. കേട്ടോ, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് ഞാനേ. അപ്പൊ ഇത് എന്ത് ടൈപ്പ് സെന്റൻസ്? വെന്റ് എന്ന ഒറ്റ ഫിനിറ്റ് ഓർബോ ഒരു സബ്ജക്ട് എന്ന് ഒറ്റ ക്ലോസ്, ഒറ്റ പൂർണ്ണ ക്ലോസ്, സിമ്പിൾ. ഇതൊരു സിമ്പിൾ സെന്റൻസ്. ആൻഡ് ഹി വാസ് സ്ലീപ്പിംഗ് മറ്റൊരു സിമ്പിൾ അല്ല, വാസ് സ്ലീപ്പിംഗ് അല്ല ഫിനിറ്റ് ഓർബോ, ശരിയല്ലേ? അപ്പൊ ഒരു സിമ്പിൾ സെന്റൻസ്, രണ്ടാമത്തെ വേറെ സിമ്പിൾ. ഞാൻ ഇതിനെ ഒന്ന് പ്ലസ് ചെയ്യാണ്. I went there plus he was sleeping. ഈ പ്ലസിന്റെ സ്ഥാനത്ത് we need to have a subordinate. കോർഡിനേറ്ററിനെ വെച്ച് എന്താവും? കോമ്പൗണ്ട്. ഓക്കെ, കണക്ട് ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് വെറുതെ കണക്ട് ചെയ്തേ, അല്ലെങ്കിൽ ബട്ട് ഇങ്ങനെ വരുന്നത് വിചാരിക്കുക. I went there but he was sleeping. എന്ത് ടൈപ്പ് സെന്റൻസ്? അയ്യോ, നമ്മളിപ്പോ കോംപ്ലക്സാ പറയുന്നത്, പക്ഷെ ഇത് കോംപ്ലക്സ് വരുന്നതാണോ? കോർഡിനേറ്റർ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇടയ്ക്ക് കാണാം, അവരെ ഇടയ്ക്കാണ് കാണുക അല്ലേ? ഇവിടെ നമുക്കിതല്ല വേണ്ടത്. I went there but he was sleeping എന്ന് പറഞ്ഞാൽ ബട്ട് I went there-നെ he was sleeping-നെ യോജിപ്പിക്കുന്ന ബട്ടിനെ നമ്മൾ മാറ്റി നിർത്തി. അതൊരു കോമ്പൗണ്ട് സെന്റൻസ്. നമുക്ക് കോമ്പൗണ്ട് അല്ലല്ലോ വേണ്ടത്. ഞാൻ ഈ പ്ലസിന്റെ സാധനം ഒരു കോംപ്ലക്സിനെ വരുത്തണം ഇല്ലേ? വെറുതെ ചുമ്മാ ഒരു ഉദാഹരണം എഴുതാണ്. ഞാൻ അത് ഇങ്ങനെ ചെയ്യാൻ പോകണേ. ഒന്ന് ശ്രദ്ധിച്ചോ. When I went there, ഇവിടെ കോമ വന്നേ. He was sleeping. ഓക്കെ, നേരത്തെ ഇതിനകത്ത് ഇല്ലാത്ത എന്തൊക്കെ ചേർന്നെന്ന് നോക്കി. യെസ്, we find there a comma and we find a when here. when നമ്മുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, സബോർഡിനേറ്റർ അല്ലേ? ഓക്കെ, ഈ ഇവിടുന്ന് ഇവിടം വരെയുള്ള ക്ലോസിനെയാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. എന്ത് ക്ലോസ്? കാരണം പറഞ്ഞേ. ആ സബോർഡിനേറ്ററിൽ തുടങ്ങുന്ന ക്ലോസ് എന്താ? സബോർഡിനേറ്റ് ക്ലോസ്. വെരി ഗുഡ്. എന്ത് ക്ലോസ്? സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് എന്ന പദം നിങ്ങൾ കേട്ടിട്ടില്ലേ? കൊണ്ടുണ്ടാകും. ആശ്രിതൻ, താഴെയുള്ളവൻ എന്നൊക്കെ ആണ്. അപ്പൊ ആരെ ആശ്രയിക്കുന്നു? ഇയാൾ സ്ലേവ് ആണ്, അല്ലെങ്കിൽ ആശ്രിതനാണെങ്കിൽ, ഡിപ്പെൻഡന്റ് ആണെങ്കിൽ ഇയാൾ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയൊന്നും ഞാൻ അവിടെ പോയപ്പോൾ പൂർണ്ണമാണോ? അല്ല. ആരെയ്യാ പൂർണ്ണത കൊണ്ടുവന്ന്? വെൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മൾ നേരത്തെ ബട്ടിനെയൊക്കെ വെറുതെ എടുത്ത് മാറ്റിക്കളഞ്ഞില്ല, അതുപോലെ പറ്റില്ല. സബോർഡിനേറ്റർ വരികയാണെങ്കിൽ സബോർഡിനേറ്ററെ ചേർത്ത് ആ ക്ലോസ് ഫുൾ ആയിട്ട് എടുക്കണം, കളയരുത്. ഇത് പോകത്തിൽ ഇവിടെ കണ്ടോ? വെൻ ഐ വെന്റ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇത് ഇങ്ങനെയല്ല, അല്ലാതെ എഴുതാം. ഹി വാസ് സ്ലീപ്പിംഗ് വെൻ ഐ വെന്റ്, അങ്ങനെ എഴുതാം. with the reshuffling of the clauses. He was sleeping when I went there. അങ്ങനെ എഴുതാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചെയ്യേണ്ടത് എന്താ? ഏത് ക്ലോസ് ആണോ സബോർഡിനേറ്റ് ക്ലോസ് ആകേണ്ടുന്നത് അതിന് മുന്നേ ആയിരിക്കും, അതിന്റെ തുടക്കത്തിലായിരിക്കും ആര് വരിക? സബോർഡിനേറ്റർ. കാര്യം മനസ്സിലായോ? അപ്പൊ ഇത് രണ്ട് ക്ലോസ് ഉണ്ട് ഈ സെന്റൻസിൽ. when I went there എന്ന് പറയുന്ന സബോർഡിനേറ്റ് ക്ലോസ്. നിങ്ങൾ ഇതിനെ ഒറ്റയ്ക്ക് എടുത്ത് നോക്കിയാൽ ഇത് അപൂർണമായിരിക്കും. എന്നാൽ ആസ് എ റൂൾ എല്ലാ സെന്റൻസിലും ഒരു പൂർണ്ണ ക്ലോസ് വേണ്ടേ? ഇല്ലേ സെന്റൻസ് ആകുമോ? ആകത്തില്ല. when I went there he was sleeping എന്നത് സെന്റൻസ് ആകുന്നത് വെൻ തുടങ്ങി സ്ലീപ്പിംഗ് വരെ ഒറ്റയ്ക്ക് ഫുൾ ആയിട്ട് എടുത്താൽ സെന്റൻസ് ആകുന്നതിന് കാര്യം അതിനകത്ത് ഒരു പൂർണ്ണ ക്ലോസ് ഉള്ളതുകൊണ്ട്. when I went there പൂർണ്ണമല്ലെന്നുണ്ട്, പിന്നെ ആരാ ഉള്ളത്? he was sleeping. ഒറ്റയ്ക്ക് എടുത്ത് പിടിച്ചപ്പെട്ടു നോക്കി, പൂർണ്ണമല്ലേ? യെസ്. ഈ പൂർണ്ണ ക്ലോസ് ഇത് ഇൻകംപ്ലീറ്റ് ആണ് വിത്ത് ദ പ്രസൻസ് ഓഫ് ദ സബോർഡിനേറ്റർ. കണ്ടോ? ഇത് ഇൻകംപ്ലീറ്റ് ആയി. ഇതിന് ഇനി സെന്റൻസിൽ നിൽക്കണമെങ്കിൽ ആരെങ്കിലും ആശ്രയിക്കണം. ആരെ ആശ്രയിക്കും? പൂർണ്ണമല്ലാത്തത് ആരെ ആശ്രയിക്കുക? പൂർണ്ണമായതിനെയല്ലേ ആശ്രയിക്കുക. ഇപ്പൊ നമ്മുടെ ക്രീപ്പേഴ്സ് ഇല്ലേ, പാവലും പടവലും ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അത് നിലത്ത് കിടന്ന് വളരുമോ? വളരുമായിരിക്കാം. എന്നാലും അതിനെ ആശ്രയിക്കാൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു താങ്ങ് വേണ്ടേ? വേണമല്ലോ. അപ്പൊ ക്രീപ്പേഴ്സ് ഡിപ്പെൻഡ് ചെയ്യാണ് ആരിൽ? ആ പോളിൽ അല്ലെങ്കിൽ ആ നെറ്റ് ആണല്ലോ. അതേപോലെ ഇതൊരു ക്രീപ്പറാണ്, ഒരു വൈൻ. എന്ത് സാർ? വൈൻ. എന്ത് വൈൻ? ഇപ്പൊ ഇതെന്താന്നോട് പറഞ്ഞേക്കാം നമുക്ക്. ഞാൻ ഇപ്പൊ പറഞ്ഞ വാക്ക് നിങ്ങൾ ആലോചിച്ചേക്ക്.
അതിന്റെ സ്പെല്ലിംഗ് എന്താ? ഇതാണോ ഞാൻ പറഞ്ഞത്? ഇതെന്ത് സാധനം? സാധാരണ ഗ്രേപ്സിന്റെ എസെൻസ്, ദ ജിസ്റ്റ് ഓഫ് ദ ഗ്രേപ്പ് ജ്യൂസ് ആണല്ലോ വൈൻ, മുന്തിരി ചാറ് എന്നൊക്കെ പറയുന്ന സാധനം. ഞാൻ പറഞ്ഞ വായിനെ വള്ളി എന്ന അർത്ഥത്തിലാണ് കേട്ടോ. എന്ത് സാധനം ഇത്? VI. മനസ്സിലായോ? ഗ്രേപ്പ് വൈനിലാണ് ആരുണ്ടാകുന്നത്? ഗ്രേപ്പ് ഉണ്ട്. ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ എന്താ? മുന്തിരി വള്ളി ഇല്ലേ? പാവലിന്റെ വൈൻ കണ്ടില്ലേ? ബിറ്റർ ഗോഡ്, ബിറ്റർ മെലൻ എന്നൊക്കെ അമേരിക്കൻ ഇംഗ്ലീഷുകാർ പറയുന്നത് ബിറ്റർ മെലൻ, നമ്മൾ ബിറ്റർ ഗോഡ്. അതിന്റെ വള്ളി ബിറ്റർ ഗോഡ് വൈൻ കണ്ടില്ലേ? വള്ളി എന്നാണ്. എല്ലാ വള്ളികളെയും നിങ്ങൾക്ക് എന്താ പറയാ? ഇതെന്ത് സാധനം? ഇത് മുന്തിരി ചാറിൽ നിന്ന്, ഈ വൈനിൽ ഉണ്ടാകുന്ന മുന്തിരിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സത്താണ് ഇത്. രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. വി ഗ്രേപ്സ് ഗ്രോ ഓൺ വൈൻ ഓർ വൈൻ, വൈൻ ഓർ വൈൻ, വൈൻ അല്ലേ? മുന്തിരി എവിടെ ഉണ്ടാകുന്ന? വള്ളികൾ. മുന്തിരിയിൽ നിന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുക? അതെ കേട്ടോ. ഓക്കെ, പറഞ്ഞതേ ഉള്ളേ. ഇതെല്ലാം നമുക്ക് വേണ്ടുന്നതുകൊണ്ടാണേ. ശരി, ഇതൊരു വള്ളി പോലെയാണെന്ന് വിചാരിക്കും. അതിന് താങ്ങാണ് ഇത് ആര്? ഈ പൂർണ്ണ ക്ലോസ്. അപ്പൊ ഈ പൂർണ്ണ ക്ലോസിനെ നമ്മൾ എന്ത് വിളിക്കുന്ന അറിയാമോ? മെയിൻ ക്ലോസ്. നമ്മുടെ ഫാമിലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാമിലിയിലെ മെയിൻ ആളെ അല്ലേ ഡിപ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കും? പ്രിൻസിപ്പൽ ക്ലോസ്. പ്രിൻസിപ്പൽ എന്നാണ് കേട്ടോ. മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ്. ഇനി നോക്കിയേ. whenever he was sleeping എന്ന കണക്ഷനിൽ ഉണ്ടായ റിസൾട്ടന്റ് സെന്റൻസ് ഏതാന്ന് പറയാമോ? ഇറ്റ്സ് എ കോംപ്ലക്സ് സെന്റൻസ്. അതെങ്ങനെ കണ്ടുപിടിച്ചു? ഒരു പ്രിൻസിപ്പൽ ക്ലോസും അതിനെ ആശ്രയിക്കുന്ന ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസുകൾ. പ്രിൻസിപ്പൽ ക്ലോസ്, ഐ റിപ്പീറ്റ്, ഒന്നേ പാടുള്ളൂ. എവിടെ എവിടെ? സിമ്പിൾ സെന്റൻസുകളിലും കോംപ്ലക്സ് സെന്റൻസുകളിലും. ഒറ്റ. കോമ്പൗണ്ടിലോ? കോമ്പൗണ്ടിൽ എല്ലാം മെയിൻ അല്ലേ? ആരും ആശ്രയിക്കുന്നില്ല, വേറെ വേറെ അല്ലേ? മനസ്സിലായോ? കോംപ്ലക്സിൽ ഒറ്റ ഒരെണ്ണേ കാണാവുള്ളൂ പൂർണ്ണ ക്ലോസ്, ബാക്കിയെല്ലാം അപൂർണമായി. സിമ്പിളിലും പൂർണ്ണമാണേലും അപൂർണമാണേലും എത്രയേ കാണത്തുള്ളൂ? ഒറ്റ ക്ലോസിലേ കാണത്തുള്ളൂ. സിമ്പിൾ ഒരു ക്ലോസേ കാണത്തുള്ളൂ. കോംപ്ലക്സിൽ ഒരു മെയിൻ ക്ലോസും പിന്നെ എത്ര വേണേ നിങ്ങൾക്ക് എന്തെടുക്കാം? അപൂർണ ക്ലോസുകൾ ചേർക്കാം. കോമ്പൗണ്ടിലോ എല്ലാം ക്ലോസുകളായിരിക്കും, എല്ലാം പൂർണ്ണമായി. അപ്പൊ ഇത് എന്തുകൊണ്ട് കോംപ്ലക്സ് ആകുന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? എന്തുകൊണ്ട്? ഇതാണ് കണക്റ്റഡ്. ഇതിന് എന്താ വിളിക്കുക നിങ്ങൾ? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ തുടർന്ന് ക്ലോസിന് എന്താ വിളിക്കുക? സബോർഡിനേറ്റ് ക്ലോസ്. അതാരെ ആശ്രയിക്കും? അർത്ഥപൂർത്തീകരണം ഉള്ള ക്ലോസ്, കംപ്ലീറ്റ് ക്ലോസിനെ ആശ്രയിക്കും. അതിനെ എന്താ വിളിക്കുക? മെയിൻ ക്ലോസ്. അപ്പം എവരി കോംപ്ലക്സ് സെന്റൻസ് ഹാസ് two parts. എന്തൊക്കെ? There is a main clause. I repeat, there should be only one main clause. പിന്നെയോ, there can be one or more than one subordinate clauses. മനസ്സിലായോ? ആരാണ് ഇവരെ യോജിപ്പിക്കുന്നത്? ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അപ്പൊ എന്താണ് കോംപ്ലക്സ് സെന്റൻസ് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കണം. എങ്ങനെ എഴുതും? ഇതെന്ത് സെന്റൻസ് ആണ്? സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്. എന്തെഴുതും നിങ്ങൾ? എന്തായത്? ഒറ്റ ക്ലോസേ ഉള്ളൂ? അല്ല, ഒരു ക്ലോസ് അല്ല, ഒന്നിലധികം ക്ലോസ് ഉണ്ടല്ലോ. ഇപ്പൊ സിമ്പിൾ അല്ല. സ്ട്രൈക്ക് ഇറ്റ് ഓഫ്. സ്ട്രൈക്ക് ഓഫ് ദ ചാൻസ് ഓഫ് ഇറ്റ്സ് ബീയിങ് എ സിമ്പിൾ സെന്റൻസ്. ഓക്കെ, എങ്ങനെ? ഇത് ഫിനിറ്റ് വെർബിന്റെ സബ്ജക്ട് ഒരു ക്ലോസ് ആയി, ഇത് അടുത്ത ക്ലോസ്, രണ്ട് ക്ലോസ്. സിമ്പിൾ അല്ല. ഇനി കോമ്പൗണ്ട് ആണോ? കോമ്പൗണ്ട് ആണ്. 6 ലിസ്റ്റിൽ തന്നില്ലേ ഞാൻ കോർഡിനേറ്റേഴ്സ്? അതാണോ വന്നിരിക്കുന്നത്? അല്ലല്ലോ. സാറിന് ഇടയ്ക്കല്ലേ വരുന്നത്, ഇവിടെ കോമ വന്നിരിക്കുന്ന സാർ. അപ്പൊ അതുമല്ലല്ലോ. അല്ല, ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് എന്തായാലും കോർഡിനേറ്റർ അല്ലല്ലോ. അല്ലേ? അപ്പൊ കണക്ട് ചെയ്തിരിക്കുന്ന ഒന്നിലധികം ക്ലോസ് ഉണ്ട്. കണക്ട് ചെയ്തിരിക്കുന്ന ആരാ? ഒരു ക്ലോസേ ഉള്ളതല്ലേ സിമ്പിളിന്റെ സ്ഥിതിയുള്ളൂ. പിന്നെ അതിന്റെ കൂടെ ഫ്രേസ് ഒക്കെ വരാം. ബാക്കിയല്ല, ഒന്നിലധികം ക്ലോസിന്റെ കോമ്പൗണ്ടോ കോംപ്ലക്സ് ആവാം. എളുപ്പ വഴി ഏതാ? കോമ്പൗണ്ട് ആണോ നോക്കുക. കോമ്പൗണ്ട് ആണോ എങ്ങനെ നോക്കും? കോർഡിനേറ്റേഴ്സ് കുറച്ചല്ലേ ഉള്ളൂ. വന്നിട്ടുണ്ടോ നോക്കുക. കണക്ട് ഇല്ലല്ലോ. പിന്നെ ഏത്? കോംപ്ലക്സ് എന്താണ്? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വന്നിട്ടുണ്ടോ നോക്കുക. റിസൾട്ട് എന്താ? കോംപ്ലക്സ്. അപ്പൊ when I went there he was sleeping എന്ന് പറഞ്ഞാൽ എന്താവുന്നത്? we get a complex sentence. നമുക്ക് പെട്ടെന്ന് ഒരു
രണ്ട് ടൈപ്പുള്ള കോമ്പിനേഷൻ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി പിന്നീട് പറയാം. എന്തായാലും ഇതെന്താന്ന് നോക്കണം, ഇതിനെ കമ്പൈൻ ചെയ്യാൻ പോവാണ്. വൺസ് അഗൈൻ കണ്ടോ, പ്ലസ് ഇടുകയാണേ, കണ്ടല്ലോ. ഇതിനെയും കൂടെ കമ്പൈൻ ചെയ്യണേ. ഒന്നാമത്തെ റിസൾട്ട് നോക്കണേ. റിസൾട്ട് നമ്പർ 1, I went there but he was sleeping. ആണല്ലോ. രണ്ടാമത്തെ എക്സാമ്പിൾ, when I went there. ഇവിടെ കോമ വരുന്നതിന്റെ കാര്യം എന്താ, കൺജങ്ഷൻ ഇടയ്ക്കാ വരുന്നത്. കൺജങ്ഷൻ തുടക്കത്തിൽ വന്നു പോയി കഴിഞ്ഞാൽ കൺജങ്ഷൻ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കോമ ഉണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ കൺജങ്ഷൻ കാണാം. കോംപ്ലക്സ് സെന്റൻസ്. ഓക്കെ, അപ്പോ he was sleeping. പരീക്ഷയ്ക്ക് വരും. പരീക്ഷയ്ക്ക് വന്നിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ഇങ്ങനെയാ, when I went there. sorry I went there. ഇതെന്ത് ടൈപ്പ് സെന്റൻസ്? സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ്. സിമ്പിൾ, ഒറ്റ ക്ലോസിലേ ഉള്ളൂ. മറ്റൊരു ചോദ്യം, he was sleeping. ഇതെന്ത് ടൈപ്പ് സെന്റൻസ്? സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ്. സിമ്പിൾ. ഓക്കെ, മറ്റൊരു ചോദ്യം പരീക്ഷിക്കും, I went there but he was sleeping. In the sentence with the choices, സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ്, പിന്നെ ഏതെങ്കിലും ഒരു ഇല്ലോജിക്കൽ കോമ്പിനേഷൻ വരും, കോംപ്ലക്സ് കോമ്പൗണ്ട് എന്നൊക്കെ വരും. വെറുതെ. ഓക്കെ, നമുക്ക് സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ് നോക്കിയാൽ ചോദ്യം ഇല്ല, നിങ്ങൾ ഇതിന്റെ ആൻസർ പറയാം. എത്ര പേര് പറയും? എങ്ങനെ കണ്ടുപിടിക്കാം? ക്ലോസുകൾ തിരിച്ചല്ലോ. അപ്പൊ കണക്ടറെ കണ്ടുപിടിച്ച ആരുണ്ട് ഇവിടെ? ബട്ട് എവിടെ വരുന്ന? കോർഡിനേറ്റിംഗ് വിഭാഗത്തിൽ. ഇത് കണ്ടല്ലോ, ബട്ട് കാണാൻ പഠിച്ചില്ലേ? ആറിനെ കാണാൻ പഠിച്ചില്ലേ? പഠിച്ചിട്ട് അപ്പുറം ഇപ്പുറമുള്ള ക്ലോസ് ആണ് ആദ്യം തന്നെ കോർഡിനേറ്ററെ കണ്ടുപിടിക്കുക. ഇവിടെ ആദ്യം എഴുതാം കേട്ടോ, പല ഇത് എഴുതാം, മീനിങ് അനുസരിച്ച് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ ഒരു വിരുദ്ധ ആശയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ കാണാൻ പോയത്, പക്ഷെ അവൻ ഉറങ്ങുകയായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഉറങ്ങുകയായിരിക്കും. ഓക്കെ, അതുപോലെ എന്തായാലും ഇതൊരു ക്ലോസ്, ഇത് മറ്റൊരു ക്ലോസ് ആണല്ലോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കോർഡിനേറ്ററെ കണ്ടുപിടിച്ചു, അല്ല കൺജങ്ഷനെ കണ്ടുപിടിച്ചല്ലോ. എന്തായത്? കോഓർഡിനേറ്റർ. അപ്പുറം ഇപ്പുറം ഉള്ളത് ആരാണോ നോക്കണം, ക്ലോസുകളാണോ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ചില കോർഡിനേറ്റേഴ്സിന് വാക്കുകളെ എഴുതിപ്പിക്കാനും പറ്റും. ഇപ്പം ബുക്ക് ആൻഡ് പെൻ, ആൻഡ് സാറ് പഠിപ്പിച്ച കോർഡിനേറ്റർ എവിടെ വന്നാലും അതിനെ നമുക്ക് കോമ്പൗണ്ട് എന്ന് പറയാം എന്ന് വിചാരിക്കരുത് കേട്ടോ. ബുക്ക് ആൻഡ് പെൻ എന്ന് പറഞ്ഞ ഒരു ഫ്രേസ് മാത്രമാണ്, കാരണം രണ്ട് വാക്കുകളെ മാത്രമാണ് ആൻഡ് യോജിപ്പിച്ചത്. പക്ഷേ ഇവിടെ ആൻഡോ പട്ടോ എന്ത് വേണേയോട്ടെ, യോജിപ്പിക്കുന്ന വാക്കുകളെ അല്ല കേട്ടോ, ക്ലോസുകളെ, അതും പൂർണ്ണ ക്ലോസ്. ഐ വെന്റ് ദേർ പൂർണ്ണമാണ്, ഹി വാസ് സ്ലീപ്പിംഗ് പൂർണ്ണമാണ്. ആരാ യോജിപ്പിച്ചത്? കോർഡിനേറ്റർ ആണല്ലോ. കോർഡിനേറ്ററെ കളഞ്ഞിട്ട് വേണം ക്ലോസ് അനാലിസിസ് നടത്താൻ. പൂർണ്ണമാണോ അപൂർണ്ണമാണോ എന്നറിയാൻ. എന്നിട്ട് നിങ്ങൾ നോക്കണം, രണ്ട് ക്ലോസുകൾ അപ്പുറം ഇപ്പുറം. എന്താ ഈ സെന്റൻസ്? സിമ്പിൾ ആണോ? കോമ്പൗണ്ട് സെന്റൻസ്. ഒന്നാമത്തെ കോമ്പിനേഷൻ മേളിൽ കൊടുത്തിരിക്കുന്ന രണ്ട് സിമ്പിൾ സെന്റൻസുകളെ ഒന്നാമത്തെ കോമ്പിനേഷനിൽ നമ്മൾ എന്താക്കി? കോമ്പൗണ്ട്. യെസ്, കാരണം ആരാണ്? ബട്ട് എന്ന കോർഡിനേറ്റർ. രണ്ടാം സെന്റൻസ് നമുക്ക് ഇവിടെ ഇതേ ഉള്ളൂ. ഇതേ ഉള്ളെങ്കിൽ അപ്പുറം ഇപ്പുറം ക്ലോസ് ആണെങ്കിൽ ഉറപ്പായിട്ടും കൺജങ്ഷൻ ആദ്യ ക്ലോസിന് അല്ലെങ്കിൽ കോമയിൽ അവസാനിക്കുന്ന ക്ലോസ് ഏതാണോ അതിന് മുൻപേ വന്നിരിക്കും തുടക്കത്തിൽ. അപ്പൊ ഇവിടെ ഉണ്ട്, കണ്ടല്ലോ. വെന്നിൽ തുടങ്ങിയിട്ട് ആ ക്ലോസിന്റെ എൻഡിൽ കൊണ്ടൊരു കോമ ഇട്ടിരിക്കും. വെന്നെന്താ? കോർഡിനേറ്റർ ആണോ? ആണോ? എളുപ്പ വഴിയാണ് പറയുന്നത്. കോർഡിനേറ്റർ ആണോ നോക്കി? അല്ലല്ലോ. അപ്പൊ പിന്നെ സബോർഡിനേറ്റർ. ഇതിനെ കളയരുത് കേട്ടോ. ബട്ടിനെ കളഞ്ഞിട്ട് നമ്മള് ഐ വെന്റ് ദേർ, ഹി വാസ് സ്ലീപ്പിംഗ്. ബട്ട് ഹി വാസ് സ്ലീപ്പിംഗ് എന്നല്ല നമ്മളോട്, ഹി വാസ് സ്ലീപ്പിംഗ് എന്ന് ഒറ്റയ്ക്ക് എടുത്തു. ഈ ബട്ട് ഒന്നിന്റെ കൂടെ അനാലിസിസ് ചേർന്നില്ല കേട്ടോ. എന്നാൽ ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വെൻ ഐ വെന്റ് ദേർ തന്നെ എടുക്കും. വെൻ ഐ വെന്റ് ദേർ, ഹി വാസ് സ്ലീപ്പിംഗ്. എന്ത് ടൈപ്പ് സെന്റൻസാ? രണ്ട് ക്ലോസുകളെ യോജിപ്പിക്കാൻ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വന്നു. സബോർഡിനേറ്റിംഗ് കൺജങ്ഷനിൽ തുടങ്ങുന്ന ക്ലോസിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നാ പറയും. മറ്റേ ക്ലോസ് പൂർണ്ണാർത്ഥമുള്ള ക്ലോസ് അല്ലേ, അതിനെ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയും. ഒരു പ്രിൻസിപ്പൽ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസുകളും ഇത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷന്റെ സഹായത്താൽ യോജിപ്പിക്കപ്പെട്ടു വന്നാൽ ഉണ്ടാകുന്ന സെന്റൻസ് എപ്പോഴും എന്താ? കോംപ്ലക്സ് ആണല്ലോ. കാണാൻ പഠിച്ചു. അപ്പൊ മനസ്സിലായോ? ഇതൊരു ഡിഗ്രി ലെവലിലെ സാധനമാണ് കേട്ടോ, 10ാം ക്ലാസ് ലെവലിലല്ല. നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പക്ഷെ ഇത് കാണാതെ പഠിച്ചാൽ കാര്യം നടക്കും. നമ്മൾ അടുത്ത ക്ലാസ്സിൽ സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സുകളുടെ കുറച്ച് ഉദാഹരണങ്ങളാണ് പറയുക കേട്ടോ. അതിനുശേഷം നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് പോകാം. ഗ്രാമർ പഠിക്കുന്നതിന്റെ അടിസ്ഥാനം അതാണ്. ഓക്കെ, താങ്ക് യു.